കോവിഡ് കാലത്ത് നാം കേട്ട 12 വാക്കുകൾ: മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, കീപ് ഡിസ്റ്റൻസ്, ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, കണ്ടെയ്ൻമെന്റ് സോൺ, ഹോട്ട്സ്പോട്ട്, അത് കഴിഞ്ഞിട്ട് PPE, ട്രൂനാറ്റ്, ആന്റിജൻ, ദ ലാസ്റ്റ് വൺ RT-PC. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? RT-PC കൈ ഉയർത്തുന്നില്ലല്ലോ. സ്വോത്രം. ഗുഡ് ന്യൂസുകാരെ പടം എടുക്കത്തുള്ളൂ. എൻ്റെ ജോലി പടം എടുക്കുന്നതല്ല, വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നു. സ്വോത്രം. RT-PC എടുത്താൽ വെറുതെ ഒരു റെക്കോർഡല്ല തരുന്നത്. RT-PCയുടെ അടിയിൽ നിങ്ങൾക്കൊരു മാർക്ക് വരുന്നുണ്ട്. അതാണ് സ്കാൻ ചെയ്യുന്നത്. സകല രാജ്യങ്ങളിലേക്കും ഇന്ന് ട്രാവൽ ചെയ്യുവാൻ, എവിടെ പോകുവാനും ഇത് ചെയ്തേ മതിയാകൂ. അങ്ങനെയെങ്കിൽ ലോകത്തിലെ 8 വാക്സിനുകളാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാ ഇന്ത്യയുടെ കോവാക്സിൻ, കോവിഷീൽഡ്, റഷ്യയുടെ സ്പുട്നിക്, ബ്രിട്ടന്റെ ഓക്സ്ഫോർഡ്, ഇസ്രയേലിന്റെ XOCD-24, അത് കഴിഞ്ഞിട്ട് ചൈനയുടെ സിനാഫി, അമേരിക്കയുടെ ഫൈസർ ആൻഡ് മെഡോണ. അതിൽ ഒന്ന് വന്നിട്ട് രംഗപടത്തിന് പിന്നിൽ നിൽക്കുക. അവൻ്റെ പേരാ ജോൺസൺ ആൻഡ് ജോൺസൺ. അതിൻ്റെ പിൻപിൽ കൈയുള്ളതൊരു വ്യക്തിക്ക്, മൈക്രോസോഫ്റ്റിന്റെ ഇന്നത്തെ തലവൻ ബിൽ ഗേറ്റ്സ്. ഈ മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോഡി സാർ ഈ അടുത്ത സമയത്ത് ബ്രിട്ടനിൽ G20 ഉച്ചകോടിക്ക് പോയി. ഇതെല്ലാം അന്ത്യമാ. G20യുടെ 10 എണ്ണം പോകുമ്പോൾ 10 കൊമ്പ് കയറി വരും വെളിപ്പാട്. ഇതൊക്കെ അന്ത്യകാലം, തൊടാൻ സമയമില്ല. അപ്പം ബിൽ ഗേറ്റ്സ് മോഡി സാറിന് ഒന്നുകൂടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ ആ മത നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടുപോകാം വാക്സിൻ അങ്ങ് അടുപ്പിക്കണമെന്ന്. ഉടനെ മോഡി സാർ ഇവിടെ വന്ന് പറഞ്ഞു, കണ്ടോ, അന്ത്യകാലത്ത് ഭൂമിയിലെ വ്യാപാരികൾ മഹത്തുക്കളാകും. അങ്ങനെ ഒരു വാക്യം വല്ലവരും കണ്ടിട്ടുണ്ടോ? വെളിപ്പാട് 18:11 ട്രേഡ് ബാബിലോൺ വരുമ്പോൾ ഭരണക്കാരെക്കാരും ഉന്നതൽ വ്യാപാരികൾ. കണ്ടില്ലേ, നമ്മുടെ കൊച്ചിയിലുള്ള സാബു ഒക്കെ ഇന്ന് കിറ്റക്സിന്റെ ഏത് നിലയിലാണ് ലോകം അറിയപ്പെടുന്ന മന്ത്രിയേക്കാൾ. അദാനി, അംബാനി, റിലയൻസ്, ടാറ്റ, ബിൽ ഗേറ്റ്സ്, സക്കർബർഗ്, ഇവരൊക്കെയായി താരങ്ങൾ. അല്ല, രാഷ്ട്ര നേതാക്കളല്ല. അന്ത്യകാലത്തവർ മഹത്തുക്കളാകും. അങ്ങനെയെങ്കിൽ ഇന്ന് കോവിഡ് വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു RT-PC. അത് മൃഗത്തിന്റെ മുദ്രയല്ല, അത് വെറും അടയാളം മാത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ട്രാവൽ മെത്തേഡിന് നാം ഉപയോഗിക്കുന്നത് RT-PC. ഈ RT-PC എവിടെ ചെന്ന് ചേരും? ഇതൊരു മുദ്രയിലേക്ക് ചേരും. ഇന്നത്തെ RT-PC നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം ഈ 6ാമത്തെ ഘട്ടമായ ഒമിക്രോണിന് വന്നപ്പോൾ കർണാടകത്തെ ഒരു ഡോക്ടർ 4500 രൂപ കള്ളപ്പൈസ കൊടുത്തിട്ട് കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് ദുബായിലേക്ക് കയറിപ്പോ. അങ്ങനെയാണ് ഇവിടെ വാക്സിൻ എടുത്താർക്കോ സർട്ടിഫിക്കറ്റ്, എടുക്കാത്തവർക്ക് സർട്ടിഫിക്കറ്റ്, കള്ള RT-PC എല്ലാം നടക്കും. അങ്ങനെയെങ്കിൽ ഇനി RT-PC വേണ്ട. ആരെപ്പ വാക്സിൻ എടുത്തിട്ടുണ്ട്, എവിടെ എടുത്തിട്ടുണ്ട്, ഏത് ലൊക്കേഷൻ, ഇത് മൊത്തവും അറിയാൻ മാർക്കല്ല വരുന്നത്, മൃഗത്തിന്റെ മുദ്ര വരുന്നുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്നത് 4G നിങ്ങളുടെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി, ഇന്ന് നിങ്ങൾ തൊടുപുഴ നല്ലൊരു മാളിൽ ചെല്ലുമ്പോൾ, ശ്രദ്ധയോടെ സയൻസിലേക്ക്, തൊടുപുഴ നല്ലൊരു മാളിൽ ചെല്ലുമ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു സെക്യൂരിറ്റി ഇരിക്കണം തുറക്കാനായിട്ട്. പക്ഷേ ഇന്ന് ഇവിടുത്തെ സെന്ററിന്റെ ചുമതലയുള്ള അച്ചായൻ അവിടെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ആര് തുറക്കണ്ട. ആ തലയുടെ വെട്ടം അവിടെ ഇരിക്കുന്ന ഗേറ്റേൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറന്നു വരുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പിടിച്ചിരിക്കുന്ന 8 രൂപയുടെ പേന മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ചെന്നൊരു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഞാൻ പറയേണ്ട, ആ പെൺകുട്ടി 14 ഇഞ്ച് കമ്പ്യൂട്ടറിനകത്ത് കാണുമ്പോൾ ഇത് 10 രൂപ 50 പൈസ എന്ന് റീഡ് ചെയ്യുന്ന ഒരു ബാർകോഡ് ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ഒരു ചിപ്പായി വരാൻ പോകുന്നു. ഓട്ടോമാറ്റിക് ഡോറായിട്ട് തുറക്കാൻ പോകുന്നു. ബൈബിളിലുണ്ടോ? ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 5G സാറ്റലൈറ്റിലേക്ക് പോകുന്ന വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ തൊട്ട് ആ കുഞ്ഞു വായിക്കും. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ വായിച്ചോട്ടെ മോനെ. അത് ചെറിയവരും വലിയവരും. ഈ വാക്യങ്ങളെല്ലാം തൊടണം. ചെറിയവരും വലിയവരും. അടുത്തത് സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ. അവിടെ നിൽക്കട്ടെ മോനെ, അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചവിട്ടി നിർത്തിയാൽ എന്നെ സൂപ്പർഫാസ്റ്റ് പോകുന്ന പോലെ പോവരുത്. വലങ്കൈമേലും നെറ്റിമേലും. ഒറ്റ കാര്യം കൂടെ പറയാം. കോവിഡ് കാലത്ത് മേലുകാവ് ഈ സഭ തുറന്നിരുന്നു. കാഞ്ഞിരക്കവല് വന്നവരെല്ലാം ദൈവദാസം പ്രൈസിലോട് പറഞ്ഞ് കയറ്റി നിർത്തിയോ? വരുന്ന അച്ചായനെ അമ്മാമെ എവിടെ അടിച്ചത്? കീ കൂക്കു തലയിൽ. ചൂടടിച്ചായിരുന്നോ? മിണ്ടുന്നില്ലല്ലോ. ആർക്ക് ചൂട്? ഇവിടെ പനിയൊന്നും വന്നില്ല. ദൈവമക്കളെ നിൽക്കട്ടെ. 38 പോയിന്റ് സംതിങ് ഉണ്ട്. അമ്മാമ്മ വീട്ടിൽ പോയിരിക്കാൻ പറയും, ആന്റിജൻ എടുത്തോളാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ചായൻ കയറി. അച്ചായന്റെ കയ്യിൽ ഒരു കീക്കി അടിച്ച് 99. അച്ചായ കർവാപ്പസ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. സ്വോത്രം. ക്ലിയർ ആയില്ലയോ? ഒന്നാമത്തെ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായി പറയുന്നത്. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ഊഷ്മാവ് രേഖപ്പെടുത്തുന്നു. 2, ആ വാക്യം അവിടെ നിന്നുകൊണ്ട് തന്നെ മോനൊരു വാക്യം എടുക്കണം. ഇത് എതിർ ക്രിസ്തു ഭരണത്തിൽ വരുമ്പോൾ
യേശു പറയുന്നു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. യോഹന്നാൻ 14:30. റഫറൻസ് അവിടെ നിൽക്കട്ടെ. യഹൂദൻ ഈ കൈമേലും നെറ്റിമേലും കൊടുക്കത്തില്ല. കാര്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 13:9. ബൈബിള് പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ, അല്ലാതെ യോഗത്തിന്റെ അവസാനം യേശു വരുന്നു എന്ന് പറയുന്ന കാര്യമല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടേ ഇറങ്ങാവൂ. പുറപ്പാട് 13:9. യഹൂദൻ എന്തുകൊണ്ട് കൈമേലും നെറ്റിമേലും വെക്കത്തില്ല? യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം. മോശയുടെ കാര്യം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് എവിടൊക്കെ ഇരിക്കണം? ഇത് നിന്റെ കയ്യിന്മേൽ അടയാളമായും. വലത്ത് കയ്യിൽ യഹൂദൻ കെട്ടി വെച്ചിട്ടുണ്ട്, അത് മാറ്റിയിട്ട് സാത്താൻ ചിപ്പ് കയറ്റാൻ വരും. അടുത്തത് വായിരും മോനെ. നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും നെറ്റിയിലും ചുറ്റിയിരിക്കണം. സ്വോത്രം. ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന 3 യഹൂദന്മാരുണ്ട്. അവന്മാരുടെ പേരാ ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി കർത്ത. ഇടയ്ക്ക് ഇസ്രയേൽ കാണുമ്പോ നോക്കണം, വിലാപം അതില് ചില കറുത്ത ഉടുപ്പ് ഇട്ടിട്ട് ചട്ടിത്തൊപ്പി ഇട്ട് യഹൂദൻ ചെന്ന് തലയിടിക്കും. സ്വോത്രം. അവന്റെ കണ്ണിനകത്ത് ഇവിടെയും കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചായന്മാരുടെ തലക്കെട്ട് കെട്ടുന്ന ഇവിടെയും വെച്ചിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണം. ഇത് എതിർ ക്രിസ്തു ഭരണത്തിൽ വരുമ്പോൾ ഇത് വലിച്ചഴിച്ച് താഴെ കളയും. മിണ്ടുന്നില്ല. അന്ന് ഇത് ഏക്കാത്ത കുറെ പേര് തല വെട്ടി മാറ്റപ്പെടും. അവരുടെ പേര് പീഡാകാല രക്തസാക്ഷികൾ. IPC-കാർക്ക് സന്തോഷമില്ലേ? ഗോത്രം. ഉമ്മച്ചൻ പാസ്റ്ററും കെ ഇ അബ്രഹാമും സാറും ഒക്കെ പ്രസംഗിച്ചതാ ഈ പറയുന്നത്. നമ്മക്കിപ്പോ അനുഗ്രഹം, ആശീർവാദം. കുഴപ്പം പറ്റിയത് ഇവിടെ. കർത്താവ് വരണമെന്ന് ആർക്കും ആഗ്രഹമില്ല. അവരൊക്കെ കുമ്പനാട് പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ പുസ്തകം വായിച്ചാൽ മതി, കൈയൊന്നും കൊട്ടണ്ട്, ഇരുന്ന് കരഞ്ഞോളൂ. സ്വോത്രം. മിണ്ടുന്നില്ല. സ്വോത്രം. അതാ പറഞ്ഞ കുഴപ്പം പറ്റിപ്പോയി, തകരാറ് പറ്റിപ്പോയി ഉപദേശത്തിന്. മനസ്സിലാക്കുക. അവരൊക്കെ ഇത് പ്രസംഗിച്ചത്. ഇന്നത്തെ ഡയറിയിൽ കിടപ്പുണ്ട്. IPC-കാർക്ക് അറിയത്തില്ല. 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ പാസ്റ്റർ കെ ഇ അബ്രഹാം തിരുവല്ല വാരിക്കാട്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചത് ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അന്ന് അച്ചായം വിളിച്ചു പറഞ്ഞത് അമേരിക്ക ജയിക്കുക, ഇസ്രായേൽ തിരിച്ചു വരുമെന്ന്. അന്നത്തെ IPC-കാർ ജീപ്പ് ഓടിച്ചു പോയി പുള്ളിക്കാരനോട് കയർത്ത പാർട്ടികളാ. സ്വോത്രം. കാഴ്ചപ്പാടുള്ളവരാന്ന് പ്രസംഗിക്കുന്നവര്. അന്ന് ടെക്നോളജി ഇല്ല, സയൻസും ഇല്ല. എസക്കേൽ എഴുതി വെച്ച് വാരിക്കാട്ട് വെച്ച് അപ്പച്ചൻ പരസ്യമായിട്ട് നെഞ്ചത്ത് ഈ മെഗാഫോണും ഇല്ല, മൈക്രോഫോണും ഇല്ല, ചങ്ക് കയറി നെഞ്ചത്തടിച്ച് പറഞ്ഞ്, എടാ കുഞ്ഞുങ്ങളെ, ഇസ്രായേൽ തിരിച്ചു വരാൻ പോകുന്നത്, അമേരിക്ക ജയിക്കാൻ പോകുന്നു. സ്വോത്രം. അങ്ങനെ പറഞ്ഞ പിതാക്കന്മാരാന്ന് നേതൃത്വം കൊടുത്തത്. അതിന്റെ നന്മയെന്ന് പലതും കാണുന്നത് കണ്ടില്ലയോ? കൈമേലും നെറ്റിമേലും മുദ്രയേക്കാത്തവൻ. ലേവ്യ പുസ്തകം 13:28. കൈമേലും നെറ്റിമേലും മുദ്രയേറ്റാൽ അവൻ പാളയത്തിന് പുറത്ത് അശുദ്ധൻ. അങ്ങനെയുള്ളവൻ എതിർ ക്രിസ്തുവിന്റെ മുദ്രയേക്കത്തില്ല. അന്ന് പിശാചിന്റെ പട്ടാളം അഥവാ സാത്താന്റെ IS എന്ന് തലയിറക്കുന്ന IS യഹൂദന്റെ തലയിറക്ക്. അതാ പീഡാകാല രക്തസാക്ഷികൾ. അതാ യേശു പറഞ്ഞത്, അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. ഒലിവുമല പ്രഭാഷം. സ്വോത്രം. ഇതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കണം. ബൈബിളിന്റെ തനിമ അതാ എഴുതിയേക്കുന്നത്. ഇത് വെക്കണമെന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു, ആരാ? മോഡി സാറിന്റെ കൂട്ടുകാരൻ ഇസ്രായേലിൽ പറഞ്ഞ എന്താ? എല്ലാരും ചിപ്പ് വെക്കണമെന്ന്. യഹൂദന്റെ ഭാഷ ഹൈഷാൻ ഷാബ് എന്ന ചിപ്പിന്റെ പേര്. അപ്പൊ അവര് ന്യായപ്രമാണം എടുത്തിട്ട് പറഞ്ഞു, നീ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. സ്വോത്രം. 32 MPമാരുണ്ട്. ആർക്കാ? നെതന്യാഹുവിന് വഴിച്ച് താഴെ ഇറക്കി. സ്വോത്രം. ഇത് പറഞ്ഞപ്പോ യഹൂദ് 7 നഫ്താലി ബെനറ്റ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായി ന്യായപ്രമാണത്തോട് മത്സരിച്ച നെതന്യാഹുവിനെ വീട്ടിലിരുത്തി. സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കുക. കാര്യം ഇതാ സംഭവിച്ചത്. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ 2 വേർഷൻസ് പത്മോസിൽ. കൈമേലും നെറ്റിമേലും. ഒന്ന്, യഹൂദനോടുള്ള ബന്ധത്തിൽ അവന്റെ ന്യായപ്രമാണം ചുറ്റിവെച്ചിരിക്കുന്ന കൈ, കണ്ണുകളുടെ നടുവിൽ ജ്ഞാപകം. ഇത് 2 പിശാചഴിക്കും. അവനേക്കത്തില്ല. പീഡാകാല രക്തസാക്ഷികൾ. തീർന്നില്ല. കോവിഡ് കാലത്ത് തെർമൽ സ്കാനിനകത്ത് നമ്മുടെ കൈമേലും നെറ്റിമേലും ചൂടളന്നെങ്കിൽ കോവിഡിന്റെ മറവിൽ താമസം വിന ഈക്വലൈസറും അനലൈസറും വരാൻ മാറുന്നു. മൃഗത്തിന്റെ മുദ്ര. കാര്യം റെഡിയായി കിട്ടിയോ? ഇപ്പൊ എല്ലാരും ഒരേ നിലയിലായില്ലയോ? സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ. സെൻട്രൽ പാസ്റ്റർക്ക് വലിയ ഇഞ്ചക്ഷൻ, കൊച്ചു പാസ്റ്റർക്ക് ചെറിയ ഇഞ്ചക്ഷൻ. അങ്ങനെ ആയിരുന്നു വെച്ചാൽ ഇല്ല. എല്ലാത്തിനും ഒറ്റ കുപ്പി. കോവാക്സിൻ, കോവിഷീൽഡ്. മോഡി സാറ് ഡൽഹിയിൽ നിന്നപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലക്കാരി ഒരു അമ്മാമ്മ കൈക്കകത്ത് ഒറ്റ കുത്തുന്ന കണ്ടില്ലായിരുന്നോ? സ്വോത്രം. അത് കൂടിയ ഡോസായിരുന്നു. അത് ഒറ്റ ഡോസ്. സ്വോത്രം. കാഞ്ഞിരക്കവലയിലെ ചിന്നമാമയ്ക്ക് കിട്ടിയത് 1 ഡോസ്. ശരിയായില്ലയോ? സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ, എല്ലാം ക്ലിയറായി. കൈമേലും നെറ്റിമേലും മൃഗത്തിന്റെ മുദ്ര കിട്ടുമാറ്. അടുത്ത വാക്യം വായിച്ചാട്ട് മോനെ. അടുത്ത വാക്യം തിരിച്ച് വെളിപ്പാട് 13 വന്നാട്ടെ.
ക്ലിയർ ആയിട്ട് കൊടുക്കണം വാക്യം. മൃഗത്തിന്റെ പേരോ ആ പേരിന്റെ സംഖ്യയോ ആ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. അടുത്തത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആ ആവശ്യം. ബുദ്ധി കൊണ്ട്. കണ്ടോ, 666 ലോകം പോകുവാൻ കാലമായി സകലതും വാങ്ങുവാനും വിൽക്കുവാനും QR കോഡ്. എവിടം വരെ കോടത്തി നിന്ന് രാത്രി മനസ്സിലാക്കണം. ഇതാ അന്ത്യകാലം. താണ്ടേ ഇത് മാത്രം മതി. എവിടം വരെ വന്നു ഈ കോഡ്? ഇത് തന്നെ RTPC, ഇത് തന്നെ QR കോഡ്, ഇത് തന്നെ ബാർ കോഡ്, ഇത് തന്നെ മൊബൈലിനകത്ത് വരുന്ന കോഡ്, ഇത് തന്നെ പേനയ്ക്കകത്ത് വരുന്ന കോഡ്. അങ്ങനെയെങ്കിൽ ഒരു ഭരണം, ഒരു മനുഷ്യൻ, ഒരു കമ്പ്യൂട്ടർ, ഒരു മുദ്രയിലേക്ക് ലോകം. ക്ലിയർ ആയോ? ഇനി ഡെയിലി നിങ്ങൾക്ക് RTPC എടുക്കാൻ പറ്റൂ? ഡെയിലി ഇങ്ങനെ വാക്സിൻ തരാൻ പറ്റൂ? അങ്ങനെങ്കിൽ ബിൽ ഗേറ്റ്സിന്റെ നേതൃത്വത്തിൽ അന്തിമമായി ഒരു വാക്സിനിലേക്ക് ലോകം പോകും. അതിനാവശ്യമായി വരാൻ പോകുന്നത് മൃഗത്തിന്റെ മുദ്ര. ഇത് പലരും തെറ്റിക്കുന്നുണ്ട്. ഈ കോവിഡ് വാക്സിൻ എടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയത് മൃഗത്തിന്റെ മുദ്രയാണ്. മക്കളെ, അത് മുദ്രയല്ല, അത് വെറും അടയാളമാ. ഈ അടയാളം കാണിച്ചു കഴിഞ്ഞാൽ 4G സാറ്റലൈറ്റ് വഴി നാം എവിടെ വാക്സിൻ എടുത്തെന്ന് 14 ഇഞ്ച് കമ്പ്യൂട്ടർ പറയും. പക്ഷേ ഇത് മാറിയാൽ കൈമേലും നെറ്റിമേലും കൊണ്ടുവരാം ഒരു റൈസ് ഗെയിൻ, അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോ നീഡിൽ പാച്ച്. അതിനാധാരമായി ഇവിടെ തുടങ്ങി വേൾ ഓൺ എ ഫിംഗർ ടിപ്പ്. അങ്ങനെ ഒരു സംഭവം വല്ലവരും കണ്ടിട്ടുണ്ടോ? ലോകം വിരൽ തുമ്പിൽ, കൈമേലും നെറ്റിമേലും വരുന്നതിന് മുമ്പ് ലോകം വിരൽ തുമ്പിലാകുമോ? മനുഷ്യൻ കൈമുദ്രയിടുമോ? വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 37 തിരുവെഴുത്ത്. ഇയ്യോബ് 37 തിരുവെഴുത്ത് വായിച്ചോട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം. എവിടെയെന്ന് അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കൈ മുദ്ര ഇടാത്ത ആരെങ്കിലും ഉണ്ട്? അവർക്ക് ഇന്ന് പ്രൈസ് തരാം. സ്വോത്രം. കൈമുദ്ര ഇട്ടോ? ഇതൊരു ഭയങ്കര ട്രാപ്പാ ലോകരാജ്യങ്ങളിൽ. ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 180 കോടി ജനങ്ങളിലേക്ക് കടക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവന്നു ആധാർ. ഇതെടുക്കാത്ത വല്ലവരും ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. ഇതിന്റെ പേരാ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. എന്തിനാ? മൊബൈലിന് വേണ്ടി കൈമുദ്ര, ബാങ്ക് അക്കൗണ്ട് കൈമുദ്ര, പിന്നെ അവസാനം റേഷൻ കാർഡ്. കാത്തിരക്കോ ദന്തമാക്കൻ ജിയോ പോരാഞ്ഞിട്ട് കാത്തിരക്കോ ദന്തമാക്കൻ ഈ പോസ്റ്റ്. 4 കിലോ കുത്ത്, 2 കിലോ വെള്ള, 1/2 ലിറ്റർ മണ്ണെണ്ണ, 2 കിലോ ആട്ടപ്പൊടി. സ്വോത്രം. റേഷൻ കാർഡ് വേണോ വല്ലവർക്കും? വേണ്ടല്ലോ. ഇതാ ബൈബിളിന്റെ തനിമ. ധാര എഴുതിയത് ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാലയിൽ മനസാക്ഷി യുഗത്തിൽ ജീവിച്ച ഇയ്യോബ് ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി, സ്വന്തം ഭാര്യ കുറ്റം പറഞ്ഞു. എന്താ? ശരീരം മുഴുവൻ ഓട്ട് കഷ്ണം കൊണ്ട് പരുക്കൾ ബാധിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ഇന്ന് രാത്രി മേലുകാവ് സെന്ററ്. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ തിരുവചനത്തിന്റെ യാതൊരു പുള്ളിക്കും മാറ്റമില്ല. ടെലിഫോണിന് വേണ്ടി, മൊബൈലിന് വേണ്ടി, റേഷന് വേണ്ടി, ആധാറിന് വേണ്ടി, കോവിഡ് ടെസ്റ്റിന് വേണ്ടി എയർപോർട്ടിൽ കൈമുദ്രയിട്ടവർ പറയണം, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. ഇതൊരു അന്ത്യകാലമാ. ഇന്ന് രാത്രി മനസ്സിലാക്ക്. അന്നാളിൽ ചെറിയവൻ വലിയവൻ, ദരിദ്രൻ സമ്പന്നൻ, ദാസർ ഏവർക്കും വലം കൈ നെറ്റി. 2 ഡിഫറെന്റ് മെത്തേഡ്സ്. നമ്പർ 1 യഹൂദൻ, അവരുടെ കയ്യിൽ ന്യായപ്രമാണം, തലയിൽ ന്യായപ്രമാണം. ബട്ട് ഹ്യൂമൻ ബീങ്, വലത് കൈ, ചൂട്, തല. അപ്പൊ ചിലര് പറയാറുണ്ട് ഈ വാക്സിനൊക്കെ എടുത്തുകൊണ്ട് ഇനി നരകത്തിലേ പോകുമെന്ന്. അങ്ങനൊന്നും നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ അതേ പിള്ളേർക്ക് പോളിയോ എടുക്കരുത്, പാമ്പ് കടിച്ച ആൻറ്റിവെനിൻ എടുക്കരുത്, എലിമാന്തിയ റാബീസ് എടുക്കരുത്, 10 വയസ്സ് പിള്ളേർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കരുത്. വാക്സിനകത്ത് 2 കാര്യമുണ്ട്, നല്ലോണം അറിയാം. 1, ടൈഫോയിഡ് വരാതിരിക്കാനുള്ള ഒരു റെമഡിയായിട്ട് ഒരു ഫോർമുല അതിനകത്തുണ്ട്, സ്റ്റിറോയിഡ്. 2, ഈ തലേനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഗ്രാഫിക് ഓക്സൈഡ് ഉണ്ട്. ഗ്രാഫിക് ഓക്സൈഡിൽ ഇച്ചിരി
ഇരുമ്പിൻ്റെ അംശമുണ്ട്. അത് പലരും ചുമ്മാതെ സയൻസ് അറിയാതെ പറഞ്ഞിട്ട് ഇത് തലേ കയറ്റിവിട്ടാൽ നമ്മുടെ ബ്ലേഡിനകത്ത് മുട്ടസൂചി പിടിക്കുന്ന പോലെ ആൻറ്റി ക്രൈസ്റ്റ് നമ്മളെ പിടിക്കുമെന്ന്. എൻ്റെ പൊന്നു മക്കളെ, അതിനകത്തൊന്നും വാക്സിൻ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ആരാ നരകത്തിൽ പോകുന്നതെന്ന് ഇവർ വെളിപ്പാട് വായിച്ചിട്ടുമില്ല. വാക്സിൻ എടുത്തതോ എടുക്കാത്തവരല്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല അച്ചായന്മാര് അമ്മാമ്മമാരെ എല്ലാം അവിടെ തള്ളിയിടുമെന്ന്. സ്തോത്രം. സംശയം ഉണ്ടേ ലൂക്കോസ് 16 വായിച്ചാലും മതി. എവിടാ ഈ സാധനമെന്ന്. സ്തോത്രം. ഇപ്പൊ അങ്ങനെ നിൽക്കട്ടെ. സ്തോത്രം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ പുറകെ പോസ്റ്റ് ഇടും, എനിക്ക് വാക്സിൻ കമ്പനിക്കാർ വല്ലോ പൈസ തന്നെന്ന്. സ്തോത്രം. 20 മാസമായിട്ട് ആരും ഒന്നും തരാതിരിക്കുക. ഇനി അവർ തന്നാലും ഞാൻ മേടിച്ചോളാം. നിൽക്കട്ടെ, കാര്യം റെഡി ആവട്ടെ. സ്തോത്രം. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, വാക്സിൻ അല്ല. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഞാനും വാക്സിൻ അനുകൂലമെന്നല്ല. നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാം. മേലുകാവ് സെന്റർ, ഗൾഫ് രാജ്യത്ത് ഒരു പെങ്കൊച്ച് എല്ലാ വർഷവും സഭയ്ക്ക് വല്ലതും കൊടുക്കും, കൺവെൻഷനും കൊടുക്കും. പെയ്ത്തോം പണിഞ്ഞപ്പോൾ 20,000 രൂപ ഫാന്, പാറ ഇറക്കാൻ 10,000. ആ പെങ്കൊച്ച് 16 മണിക്കൂർ ഡ്യൂട്ടി എടുത്തിട്ട് ICU കിടക്കുന്നു. അവള് 2 വാക്സിൻ എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഉടനെ കർത്താവ് പറയാം, നീ വാക്സിൻ എടുത്ത് നരകത്തിൽ പൊക്കോളാം. പിന്നെന്തിനായി കരുണാമയനായ ദൈവം, കൃപാലുവായ ദൈവം, മഹാദൈവം ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. മറൈൻ എഞ്ചിനീയർ ഷിപ്പി പണിയാൻ പോകുന്ന തോമാച്ചായി, അവൻ മെക്കാനിക്കൽ മറൈൻ എഞ്ചിനീയർ. 16 മാസം ഷിപ്പി 150 പേരുണ്ട്. ഇംഗ്ലീഷുകാരെ അവനെ കയറ്റണമെങ്കിൽ വാക്സിൻ എടുക്കാൻ കയറ്റത്തില്ല. ആ പാവപ്പെട്ട 8 IPCയുടെ സഭ പണിയാൻ പ്രത്യേകം കാശ്. കുമ്പനാട് 4 തൂണിനും കാശ് കൊടുത്തു. സ്തോത്രം. രോഗിയൊക്കെ കാശ് കൊടുത്തു. സ്തോത്രം. ഉടനെ കർത്താവ് പറയാൻ, നീ ഷിപ്പി കയറാൻ വാക്സിൻ എടുത്ത് ദാ കിടക്കുന്ന ദൈവസഭയ്ക്ക് ഇത്രയും കാര്യം ചെയ്ത ദൈവവൈതലിനെ കർത്താവ് തള്ളിയിടും. വിശുദ്ധ ജീവിതം തയ്ച്ച് അവന്റെ ജോലിയുടെ ഭാഗം ഇത് ചെയ്തെങ്കിലേ പിള്ളേർക്ക് വല്ലതും കരി മേടിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ഇതിൽ വളരെ പ്രോത്സാഹനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. വേണമെങ്കിൽ എടുക്കാം, ഇല്ല ഇഞ്ചി ചാറോ മഞ്ഞളോ വെളുത്തുള്ളിയൊക്കെ കലക്കി തിന്നും ജീവിക്കാം, അതിനും കുഴപ്പമില്ല. സ്തോത്രം. പ്രോട്ടീൻ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ കൈമേലും നെറ്റിമേലും വലിയവനും ചെറിയവനും. അതിനാധാരമായി ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് എന്തോ കൊണ്ടുവന്ന് കൈമുദ്രയിട്ടു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ. അത് 666. ഇനി സഭ എടുക്കപ്പെട്ടാൽ, ഇപ്പൊ ഇത് വരത്തില്ല, സഭ എടുക്കപ്പെട്ടാൽ ഈ 6ന്റെ 3 അക്കം 1 2 3 പോലെ വരും. എവിടെ വരും? ചെന്നൈയുടെ കോഡ് 044, ഡൽഹിയുടെ കോഡ് 011, 022 മുംബൈ കോഡ്. ഇതുപോലെ നമ്മുടെ ATM കാർഡിൽ, മൊബൈൽ നമ്പറിൽ, സകലത്തിലും എന്തോ വരും. സഭ എടുക്കപ്പെട്ടാൽ യവന്റെ 3 നമ്പർ ആഡ് ചെയ്യാതെ ക്രയവിക്രയം നടക്കത്തില്ല. അതിനാധാരമായ വെളിപ്പാട് 6:5:6 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അവന് ക്ഷാമം എന്ന് പേർ. അവന്റെ കയ്യിൽ ഒരു തുലാസ്. മിണ്ടുന്നില്ല ആരും. ഇതിന്റെ പേരാ 1 വൈമൻ സ്കെയിൽ. സഭ എടുക്കപ്പെട്ടാൽ സാത്താന്റെ കമ്പ്യൂട്ടർ വഴി മുഴുവൻ വാണിജ്യ വിനിമയം നടത്തും. ഇതിന്റെ പേരാ 666. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ധാര കയ്യിലിരിക്കുന്നു. അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാന്റെ കയ്യിൽ ദാ വെച്ചിരിക്കുന്നു ചിപ്പ്. ഇത് തെസ്സലോനിക്ക ലേഖനം പറയുന്നത് പോലെ അധർമ്മത്തിന്റെ മർമ്മം. ആര് വേണം ഇത് വെക്കാൻ? ഒരു നേഴ്സ് മാത്രം മതി. അമേരിക്കയിൽ ആദ്യമായിട്ട് അവർ കൊടുക്കാൻ പോകുന്നു RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ മുഴുവൻ ഒരു ചിപ്പിലേക്ക് കൊടുക്കാൻ പറ്റുന്നു. ഇതിന്റെ പേരാ RFID ചിപ്പ്. ഇവിടെ ഈരാറ്റുപേട്ടയിലോ പൂഞ്ഞാറിലോ ഉള്ള ഒരു നേഴ്സ് വിചാരിച്ചാൽ സെക്കൻഡ് കൊണ്ട് കൈക്കകത്ത് തൊലി മാറ്റിയിട്ട് മിനിറ്റ് കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യാം. ഇതിന്റെ സയൻസ് കുഞ്ഞുങ്ങൾ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി വിത്ത് 4G സാറ്റലൈറ്റ്. മനുഷ്യനെ ട്രേസ് ചെയ്യാൻ പറ്റുമോ? ട്രേസ് ചെയ്യാൻ പറ്റുമോ? മിണ്ടുന്നില്ലല്ലേ. തമിഴ്നാട്ടിൽ പോയി ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തിയാട്ട്. ഇപ്പൊ ഈ വെളിപ്പാടുമായിട്ട് കൈ ഉയർത്തിയാട്ട്. വിഷമിക്കണ്ട മോനെ, കൈ ഉയർത്തിയാട്ട്. തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ആരെങ്കിലും? ബാക്കി ഞാൻ ചോദിക്കുന്നില്ല. ഈ മോൻ തമിഴ്നാട്ടിൽ പോയി, അവൻ പാലക്കാട് കോയമ്പത്തൂർ കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ്, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. സെൻട്രൽ പാസ് പറഞ്ഞില്ല, അച്ചായനും അറിഞ്ഞില്ല, അവന്റെ വീട്ടിൽ ആരും അറിഞ്ഞില്ല. ഇവൻ മതിൽ ചാടിയ മോൻ. മതിൽ ചാടിയത് ആരറിഞ്ഞു? 4G സാറ്റലൈറ്റ് അറിഞ്ഞു. കറക്റ്റ് അല്ലായിരുന്നു? തിരിച്ചിങ്ങോട്ട് വന്നപ്പോ എന്തോ ചെയ്തു? തിരിച്ച് കേരളത്തിൽ കയറിയാൽ വെൽക്കം ബാക്ക് BSNL കേരള. അവിടം വരെ 4G ആയിട്ടുള്ളു. അടുത്തത് 5G. അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചിപ്പ് കയ്യിലേക്ക് കൊണ്ടുവരാം. പണ്ട് ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ
എന്നെ ചാത്തന്നൂർ സാത്താൻ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ആൾക്കാർക്ക് പിടികിട്ടി. ഒരു ചിപ്പിനകത്ത് എന്തോ ചെയ്യാൻ പറ്റും, 4 കാര്യം ചെയ്യാൻ പറ്റും. എന്താ? പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണി അരി പോലെ ഒരരിക്കകത്ത് ഒരു ഡേറ്റയും വെച്ച് ഒരു ലിഥിയത്തിന്റെ ബാറ്ററിയും വെച്ച് കൈക്കകത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നാം എവിടെ പോയാലും കിട്ടും. സ്തോത്രം. പണ്ട് ഇത് പറ്റുമായിരുന്നോ? പണ്ട് മേലുകാവ് സെൻട്രൽ കൺവെൻഷൻ ശാങ്കുട്ടി പാസ്റ്റ് ഇവിടുത്തെ മൈക്ക് സെറ്റുകാരനെ വിളിക്കും. അവ 12 പാട്ടിടാ, ഒരു CD ഇടും. ഇവ എന്നിട്ട് ഇതിലെ കൂടെ എല്ലാം മൈക്ക് സെറ്റുകാരൻ കറങ്ങും. പാട്ട് തീർന്നു. ശാങ്കുട്ടി പാസ്റ്റൊക്കെ തലവേദന, പാട്ട് തീർന്നു വരുന്നതുമില്ല. സ്വോത്രം. ഇന്ന് അത് വേണോ? സ്വോത്രം. മൈക്ക് സെറ്റുകാരെ ഇവിടെ വരും. ചിന്നമാമ ബ്ലൗസേ കുത്തുന്ന ഒരു പിന്നെടുത്ത് ആമ്പിളിഫയറിൽ കുത്തും. പിന്നെ അവ ഈരാറ്റ് വീട്ടേയും തൊടുപുഴയും വാഗമണും മുട്ടത്ത് പോയിട്ട് വന്നാല് പാട്ട് തീരത്തില്ല. ഒരു പെൺഡ്രൈവ് എത്ര പാട്ടുണ്ട്. സയൻസ് മനസ്സിലായില്ലേ മക്കളെ? മിണ്ടുന്നില്ലല്ലേ? സ്വോത്രം. മരണ വീട്ടിൽ ഇരിക്കുന്നവരിയ്ക്കുന്നു കണ്ടോ? 400 ഡേറ്റ ഒറ്റ സോഫ്റ്റ്വെയറിൽ കയറ്റാം. ഒരു ചിപ്പിനകത്ത് പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു ബിരിയാണി അരിയുടെ ഒരു ചിപ്പിനകത്ത് ഫീസ് കെട്ടുന്ന ഫിലമെന്റ് ഉണ്ട്. 400 ഡേറ്റ, 400 പാട്ട്. യേശുവേ നാഥനെ കേൾക്കുന്ന പോലെ 4 സെൻട്രൽ കൺവെൻഷന്റെ പാട്ട് ഒറ്റയ്ക്ക് കുത്തിയിട്ടാൽ മതി. സ്വോത്രം. 400 ഡേറ്റ. അത് കഴിഞ്ഞിട്ട് അത് 4G ആയിട്ട് ചെയ്യാം. അതിന്റെ പേരാ കയ്യിലേക്കൊരു മുദ്ര. അത് 4G സാറ്റലൈറ്റ്. വരാൻ പോകുന്നു 5G. അങ്ങനെ വല്ല കേട്ടവരുണ്ടോ? 5G മിണ്ടുന്നില്ലല്ലേ? സന്തോഷം ഇല്ലല്ലേ? ചിന്നമാമ അവറാച്ചാൻ്റെ അടുത്ത് പറയത്തില്ല, അച്ഛാ സ്പീഡ് പോരാ, സ്പീഡ് പോരാ. അച്ഛാ അമ്മാമ പറയത്തില്ല 5G വരട്ടെ, എല്ലാം ശരിയാവുമെന്ന്. സ്വോത്രം. അതുപോലെ സ്പീഡ് പോരാ. അങ്ങനെയായിരുന്നു 5G കൊണ്ടുവരാൻ അടുത്തവൻ വരുന്നു. അടുത്തവന്റെ പേരാ മൈക്രോ നീഡിൽ പാച്ച്. ഇത് ശ്രദ്ധയോടെ ഇരിക്കണം. അമേരിക്കയിൽ 2016 ഒരു ബാൻഡേഡ് വന്നു. നിങ്ങളുടെ കൈ മുറിയുമ്പോൾ കെട്ടുന്ന ഒരു ബാൻഡേഡ് പോലെ ഒരു ബാൻഡേഡ് 5G. അതിനെ ബേസ് ചെയ്യാം. ആ ബാൻഡേഡ് മാറി അതിനകത്ത് 6 സെഗ്മെന്റ് നമ്മുടെ ചെറിയ മുള്ളു പോലെ. അത് കൈക്കകത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ ട്രേസ് ചെയ്യാം. ആ സയൻസിന്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ. ഒന്നുകൂടെ പറഞ്ഞാൽ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ഡെയിലി RT-PC എടുക്കണ്ട, ഡെയിലി ടെസ്റ്റ് എടുക്കണ്ട, ഡെയിലി കോവിഡ് വാക്സിൻ എടുക്കണ്ട. നിങ്ങളുടെ അടുത്ത് നോവലുണ്ടോ, കൊറോണ ഉണ്ടോ, COVID-19 ഉണ്ടോ, ഇന്നത്തെ അത് കഴിഞ്ഞിട്ട് B117 ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ഒമിക്രോൺ ഉണ്ടോ, ഇതെല്ലാം ഒരു സാധനത്തിന് കടയിൽ ഇതടിക്കുമ്പോൾ ബാർകോഡ് നോക്കുമ്പോൾ ഒരു കമ്പനിയുടെ പേര് കാണുന്നത് പോലെ, കൃത്യമായിട്ട് കാണുന്നത് പോലെ മനുഷ്യന്റെ കൈമേൽ ഈ ബാൻഡേഡ് ചുറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെയിൽവേ സ്റ്റേഷനിൽ വെക്കാം, എയർപോർട്ടിൽ വെക്കാം, ചർച്ചിൽ വെക്കാം. എന്താ ചെയ്യുന്നത്? ചെല്ലുമ്പോൾ ഈ കൈക്കകത്തിരിക്കുന്ന നാനോ ചിപ്പ് ഈ ലാപ്ടോപ്പിനകത്ത് കാണുമ്പോൾ മനുഷ്യനെ പറ്റിയുള്ള 400 ഡേറ്റ അവന്റെ കാണുന്നു കമ്പ്യൂട്ടറിനകത്ത്. ഇതിന്റെ പേരാ ലോകം വിരൽ തുമ്പിൽ. അന്ത്യകാലം. അന്നാളിൽ ചെറിയവർ, വലിയവർ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ, ഏവർക്ക് കൈമേല് നെറ്റിമേല് മൃഗത്തിന്റെ മുദ്ര. ഇന്ന് പൊന്നമ്മാമേ അവറാച്ചായ നമ്മൾ യാത്ര ചെയ്യുവാൻ പോക്കറ്റിനകത്ത് RT-PCയുടെ കോഡിനകത്ത് ഒരു ചതുരം വന്നെങ്കിൽ സഭയെടുക്കപ്പെട്ടാൽ മനുഷ്യന്റെ കൈമേല് നെറ്റിമേല് മൃഗത്തിന്റെ മുദ്ര വരാൻ കാലമായി. ഇന്ന് രാത്രി മേലുകാവ് സെന്ററിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി. മറ്റൊരുത്തനിലും ഇന്ന് രാത്രി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമ യേശുവിന്റെ നാമം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. അടുത്തത് 5G സാറ്റലൈറ്റ്. ബൈബിളിനകത്തുണ്ടോ മക്കളെ? 5G സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ കയ്യിലെ ചിപ്പ് ട്രേസ് ചെയ്യും. കൊടുക്കാൻ മോനെ അടുത്ത വാക്യം. ഈ വാക്യം വായിച്ചുകൊണ്ട് ഇറങ്ങാവൂ. റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 10. വെളിപ്പാട് 13:10 ഒന്ന് വായിച്ചാട്ട് മോനെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. കരമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. അതിന്റെ ഒന്നാമത്തെ ഘടകമാ കോവിഡിന്റെ മറവിൽ നമുക്കെല്ലാം ഒരു മാസ്ക് കിട്ടിയെങ്കിൽ. എല്ലാരും വെച്ചോ? വെക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാരും വെച്ചില്ലേ? ഇപ്പൊ കുറച്ച് റിലീസായി. ഇതൊരു സാമ്പിളാ സിസ്റ്റർ ബ്രദർ. അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ നമ്മുടെ മൂക്കിൽ ഒരു മാസ്ക് വെച്ചതുപോലെ കൈമേലും നെറ്റിമേലും മൃഗത്തിന്റെ മുദ്ര. സംശയമുള്ള കുഞ്ഞുങ്ങൾ യോഗം കഴിഞ്ഞ് വന്ന തെളിവ് ഞാൻ തരാം. ഇതിന്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ
ഇന്റർനെറ്റ് വിത്ത് 5G, അതിവേഗ ഇന്റർനെറ്റ്. തലച്ചോറിനകത്ത് എത്ര ഘടകമുണ്ട്? മിണ്ടുന്നില്ല. അമ്മച്ചി കുഞ്ഞിനോട് പറയുന്നുണ്ട്, നിന്റെ തലച്ചോറി മരത്തലേന കഴുതയാണെന്നോ തലച്ചോറിലുള്ളത്? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല. ആര് സ്കൂളിൽ പോകുന്നവരില്ലല്ലേ? അടുത്ത ആഴ്ച തൊട്ട് സയൻസ് പഠിക്കാം, കാശ് തന്നേ പറ്റത്തുള്ളൂ. 9ലും 10ലും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെയും കൂടെ പഠിപ്പിക്കാം. സ്വോത്രം. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി, പറയേണ്ട ശക്തിയല്ല എവിടെ ഇരിക്കുന്നത്? അതുകൊണ്ടല്ലേ 1.5 മണിക്കൂറായിട്ട് ഞാൻ ബൈബിൾ തുറക്കാതെ ഈ കാര്യം പറയുന്നത്? ഇതിനകത്ത് ഇരിക്കുന്നോണ്ടല്ലയോ? മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ 1 മിനിറ്റിൽ എത്ര ചിന്ത മനുഷ്യന്റെ പോവും? 40 ചിന്ത. 1 മണിക്കൂർ എത്ര പോവും? 2400 ചിന്ത. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ല കാര്യം മോശമാ. സ്വോത്രം. പെന്തിക്കോസുകാരോടും പ്രത്യേകം പറയുക, നമ്മൾ പോയില്ല നാട്ടുകാരും കൈകാര്യം ചെയ്യും, സ്വർഗവും കൈകാര്യം ചെയ്യും. സ്വോത്രം. മിണ്ടുന്നില്ല. കാഞ്ഞിരക്കാവല ഇറങ്ങാൻ നിൽക്കാൻ പറ്റത്തില്ല. രഹസ്യ വരവിൽ പോയില്ലേ? സന്തോഷമില്ല. പ്രസംഗിക്കാൻ പോകുന്നത് ഞാൻ നാടാറ് മാസം ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന ആളെ പോർട്ട് കൊച്ചിയിലേക്കാണ് പോവുക. എൻ്റെ വീട്ടിൽ 5G സാറ്റലൈറ്റ് വെച്ചു, എൻ്റെ കയ്യിൽ ഒരു ചിപ്പ് വെച്ച്, എൻ്റെ ഭാര്യ എൻ്റെ ചിന്ത ഒന്ന് അളന്ന് നോക്കിയാൽ പിറ്റേന്ന് ഡൈവോഴ്സാ. തീർന്നു. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ. തൊടുപുഴ പോകുന്ന അമ്മാമ്മ, അച്ചായനൊരു സംശയം, ഒരു 5G സാറ്റലൈറ്റിന്റെ ചിപ്പ് കൈ വെച്ച് 14 കമ്പ്യൂട്ടറിൽ ഒന്ന് മോണിറ്റർ ചെയ്യുക. അമ്മാമ്മയുടെ തലയിൽ പോകുന്ന 2400, പിറ്റേന്ന് കറു വാപ്പസ് നീ നിന്റെ വീട്ടിൽ പൊക്കോളാം. സ്വോത്രം. അതിനു മുമ്പ് രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെട്ടോണം. ഇപ്പോഴേ ഞാനങ്ങ് പറയുക. സ്വോത്രം. സന്തോഷം ഇല്ല. തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്, ഇതിന്റെ പേരാ 5G സാറ്റലൈറ്റ്. അടിമയാക്കിക്കൊണ്ട് പോകുന്നവൻ അടിമയായി പോകും. 2 മെത്തേഡ്സ് നൗ കമ്മിങ്. RTPC. ദെൻ ഒരു റൈസ് കെയിൻ. ഈ റൈസ് കെയിനകത്ത് ഒരു ലിത്തിയം കൊടുത്തു കഴിഞ്ഞാൽ 4G വഴി സാറ്റലൈറ്റ് ചെയ്യാം. ദെൻ അമേരിക്ക പറയുന്ന ഒരു മൈക്രോ നീഡിൽ പാച്ച് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒരു ലാപ്ടോപ്പിന്റെ മുമ്പിൽ ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൈക്രോ നീഡിൽ പാച്ച് പറയും, സാൻകുട്ടിച്ചാന്റെ ബ്ലഡിന്റെ കൗണ്ട് എത്രയുണ്ടെന്ന്. മിണ്ടുന്നില്ലല്ലോ. സന്തോഷമില്ല. പണ്ടല്ലേ ലാബിൽ ചെല്ലുമ്പോൾ സിസ്റ്റർ കീ ഒരു കുത്ത്, അച്ഛൻ പാൻ പറയും 1.5 മണിക്കൂർ ഞാൻ തിളപ്പിക്കട്ട് എന്നിട്ട് ഷുഗർ പറയാന്ന്. സ്വോത്രം. ഇപ്പൊ തൊടുപുഴ ബസ് സ്റ്റാൻഡിലോട്ട് നിന്നാ മതി, കീ 160, അച്ചായ സൂക്ഷിച്ചോണം. അമ്മാമ്മയുടെ അടുത്ത് 250 ആന്ന് പറയും, ഇപ്പോഴേ ചായ മധുരം കട്ട് ചെയ്തോളാം. ഡോക്ടറെ അടുത്ത് പോണോ? ഇതിന്റെ പേരാ ടെക്. അയ്യോ, ആരും കണ്ടിട്ടില്ല ടെക്നോളജി. ഗ്ലൂക്കോമീറ്റർ വെച്ച്. അയ്യോ, സൗകര്യമാർക്ക് ഒരു സന്തോഷമില്ല. നേഴ്സുമാർ ആരും ഇല്ലയോ? സ്വോത്രം. തിളപ്പിക്കണോ ഹീറ്റാവണോ അങ്ങോട്ട് വിട്ട് കറക്കണോ? തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ പെങ്കൊച്ചിരിക്കുകയല്ലേ, ചേട്ടാ കൈ ഇങ്ങോട്ട് നീക്ക്, കീ 250, മധുരം തുടരുത്, വേണേ ഡോക്ടറെ കണ്ടേക്കായി. അതാ ഈ വരാൻ പോകുന്ന 5G സാറ്റലൈറ്റ്. ഈ 5G വെച്ചിട്ട് എയർപോർട്ടിലും കണ്ടില്ലേ, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ CISF ഇങ്ങോട്ട് കാണിക്കാൻ പറയും. ഉടനെ ബ്ലഡ് പറയും, അച്ചായനൊക്കെ ചൂടില്ല. നെർവ് പറയും, ഒരു വൈറസും തകലക്കകത്തില്ല. തൊടുപുഴ നല്ല സുന്ദരമായ ഷോപ്പിംഗ് കോംപ്ലക്സ് വാതിൽ തുറക്കുന്നവള് ഇത് മൈക്രോസോഫ്റ്റ് പറയും, ഇത് ഇംപ്ലാന്റ് ചെയ്തേ പറ്റൂ. സ്വോത്രം. സർപ്പം. വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 11:4 തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. സർപ്പം ഹവ്വയെ ഉപായത്തിൽ. മിണ്ടുന്നില്ല. ഇപ്പോഴാ പെന്തിക്കോസുകാർക്ക് ജാഗ്രത വന്ന കോവിഡിന്റെ മറവിൽ. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ വചനം അങ്ങ് മനസ്സിലാക്ക്. ഇപ്പൊ നമുക്ക് പേരിന് സാമ്പിളായിട്ട് RTPC തന്നത്. പക്ഷെ നമ്മളൊന്ന് മാറ്റപ്പെട്ടാൽ കോവിഡ് ഒന്നും അല്ല വരാൻ പോകുന്നത്. ഷിഗല്ല, ക്രോമിയം ബെർലിയം വൈറേഷ്യം, മ്യൂക്കർ മൈക്കോസിസ്, എത്ര എണ്ണം പുറകെ വരുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് കരയും വരുന്നത്. അതിനെല്ലാം കൂടെ ഒറ്റ വാക്സിനുമായിട്ട് കർട്ടന് പിമ്പിൽ ജോൺസൺ വരുമ്പോൾ മനുഷ്യൻ ആയുസാ വലുത്. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ചിപ്പ് വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാറായി. ബൈബിള് ക്ലിയർ ആയിട്ട് പഠിച്ചുകൊണ്ട് ഇറങ്ങാവോ? ദാണ്ടേ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ്. വെളിപ്പാട് 13:10. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മക്കളെ, 5-8 മിനിറ്റ് കൊണ്ട് നിർത്താം. ഈ 4G വഴി ചിപ്പ് എവിടെ വന്നു? 1, ആനയുടെ വാലയിൽ ചിപ്പ് വന്നു. ഒന്ന് കൈ ഉയർത്തി അങ്ങനെങ്കിലും കേട്ടോര്. ആരും കേട്ടിട്ടില്ല ആനയുടെ വാലയിൽ ചിപ്പ് വന്നത്? ആനയുടെ സൗന്ദര്യം മൃഗ ഡോക്ടർക്ക് കാണാനാന്നോ? അല്ല. നെർവിലും ബ്ലഡിലും കമ്പ്യൂട്ടർ വഴി ഒന്ന് ട്രേസ് ചെയ്യുമ്പം മതപ്പാടുണ്ടെങ്കിൽ അത് ട്രേസ്. യവനെ ഉത്സവത്തിന് കൊണ്ടുകൊണ്ട് മാറ്റിക്കോളാൻ പറയും. 2, നിങ്ങളുടെ കാറിന്റെ മേളിൽ
അമിത്ഷാ ഇസ്രായേലിനെ സാധിച്ച് ഇപ്പൊ ഒരു ചിപ്പ് ലോക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാ ഫാസ്ടാഗ്. അതെങ്കിലും കണ്ടവരൊന്ന് കൈ ഉയർത്ത്. മിണ്ടുന്നില്ല. അയ്യോ 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 അയ്യോ. പാലിയക്കര തൃശ്ശൂർ പണ്ട് കാത്തു കിടക്കണ്ടായിരുന്നോ? ഇപ്പൊ ഗേറ്റ് അങ്ങ് തുറന്നു പോവുമല്ലയോ? ഇതാ സാമ്പിൾ വെടിക്കെട്ട്. ഈ കോവിഡിന്റെ അന്ത്യത്തിൽ എറണാകുളം നോർത്ത് ചെല്ലുമ്പോ ഇതാണ്ട ഞാൻ ചാവിയായിട്ട് കയറുമ്പോ കീ കൂക്കു കറിയാച്ച അവിടെ നിൽക്കാൻ പറയണ്ട. സ്വോത്രം. ഇതുപോലെ നമ്മളെ ഇതിലേക്കൂടെ കെട്ടിവിടും മെറ്റൽ ഡിറ്റക്ടർ കമ്പ്യൂട്ടർ വഴി. എയർപോർട്ടിൽ കമ്പ്യൂട്ടർ, തൊടുപുഴ ബസ് സ്റ്റാൻഡ് 2 കമ്പ്യൂട്ടറും വെച്ച് ചെല്ലുന്ന പാസഞ്ചേഴ്സിനെ കയറ്റി വിടുമ്പോ അറിയാം RTPC വേണ്ട, മൂക്കിലടിക്കുന്ന സ്കാനറും വേണ്ട, കൈക്കകത്തൊരു മുദ്രയായി മൈക്രോസോഫ്റ്റ് ഇത് കൊണ്ടുവരും. അന്ത്യകാലം എവിടൊക്കെ വന്ന്? ആനയുടെ വാലേ വന്ന് തീർന്നില്ല. അടുത്ത നിങ്ങളുടെ കാറിന്റെ തലയുടെ മേളിൽ മതിലിയാടാൻ ഫാസ്ടാഗ് വന്ന്, അത് ദുബായിൽ വന്ന്, സാലിക്ക് അമേരിക്ക വന്ന്, പിന്നെ 4മത്തത് എവിടെ വന്നെന്നറിയാമോ? ദാ കിടക്കുന്നു സകല ATM കാർഡ്. ATM കാർഡിലെ നമ്പറിൽ ഇപ്പൊ റീഡ് ചെയ്യുന്നത് അതിനകത്ത് 4 വന്ന്. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. ഇത് സാത്താനും അറിയാം. അതുകൊണ്ടല്ലയോ ATM കാർഡ് ഭയങ്കര തട്ടിപ്പല്ലയോ? ഇപ്പം 3 പേര് വന്നില്ലയോ? ആരും അറിഞ്ഞില്ലയോ? സ്വോത്രം. 3 അങ്കിളിമാർ മൊബൈലിൽ വന്നില്ലയോ കോവിഡ് കാലത്ത്? അയ്യോ, കറിയാച്ചാനും തോമാച്ചാനും പൊന്നച്ചാനും പേടിഎം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പേടിഎം ചെയ്യൂ, പിന്നെ അത് ഫോൺ പേ, പിന്നെ വേറെ ഗൂഗിൾ പേ. 3 എണ്ണം. കറിയാച്ചാനും അവറാച്ചാനും തോമാച്ചാനും. അവൻ്റെ മൂത്ത ചേട്ടൻ വരാൻ പോവുക. അവൻ്റെ പേരാ ബിറ്റ്കോയിൻ. സ്വോത്രം. അന്ത്യകാലം എല്ലാം ഒരുവൻ്റെ കയ്യില. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ദാണ്ട 4 ചിപ്പ് വന്നിരിക്കുക. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയാൽ ബാങ്കിൽ കിടക്കുന്ന 20,000 പോയി കിട്ടും. ഇത് സാത്താൻ അറിയാം. സ്വോത്രം. അതുകൊണ്ടല്ലേ ചിന്നമ്മ സിസ്റ്റർ പടം എടുക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ പേട്ടെ പാടുന്ന തൂച്ചെ ദേക്കാത്തോക ജാനാസാന്. ചിന്നമ്മ സിസ്റ്ററെ കാണാനല്ല, കാറ് കിട്ടി അവൻ രക്ഷപ്പെട്ടു. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി ഇത് വേണ്ട. അതുകൊണ്ടല്ലേ വഴിയേറിയ കരിക്ക് കുടിക്കാനും ചെറുപ്പക്കാരൻ പറയുന്ന കേട്ടില്ലേ, അങ്കിൾ ഗൂഗിൾ പേ രക്കോ. സ്വോത്രം. തീരാൻ പോവുക. ഇതിന്റെ അർത്ഥം അന്ത്യകാലത്ത് വരാൻ പോകുന്ന കൈമേലും നെറ്റിമേലും ഒരു ചിപ്പ്. വാങ്ങുവാൻ, വിൽക്കുവാൻ, ടെസ്റ്റ് അറിയുവാൻ, കോവിഡ് വാക്സിൻ അറിയുവാൻ, ശരീരത്തിന്റെ ചൂടറിയുവാൻ, സ്പന്ദനം അറിയുവാൻ, വൈറസിന്റെ എഫക്റ്റ് അറിയുവാൻ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് കൊത്തിവലിക്കുന്ന പരുന്തുകളുടെ നടുവിൽ, കഴുകന്റെ നടുവിൽ രക്ഷാ സുവിശേഷകനായ അപ്പോസ്തലനായ യോഹന്നാൻ ഉപദേശി 93-ാമത്തെ വയസ്സിൽ കിടക്കുമ്പോൾ സ്വർഗം കൊടുത്ത പ്രവചനം മേലുകാവ് സെന്റർ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മലരുമായിരിപ്പേ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി 2 ചിപ്പ് ഒരു മനുഷ്യന്റെ കയ്യിൽ വെക്കൂ. വായിക്കാം മോനെ. നമ്മുടെ കയ്യിൽ ഒരു ചിപ്പുണ്ട്. ചിപ്പ് പ്രാപിച്ചവരെവിടെയും കൂടെ പറയുമ്പോൾ നിർത്താം. നമ്മുടെ കയ്യിൽ ഒരു ചിപ്പുണ്ട്. വായിക്കാം. എഫേസ്യർ 4:30. എഫേസ്യർ 4:30. വായിച്ചേട്ടെ മോളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 മുദ്ര നമ്മുടെ ശരീരത്തിനകത്ത് വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആനയുടെ വാലിൽ മുദ്ര, കാറിനകത്ത് ഫാസ്ടാഗ്, നിങ്ങളുടെ മൊബൈലിനകത്ത് ഗൂഗിൾ പേ, ഫോൺ പേ, നിങ്ങളുടെ ATM-നകത്ത് നാനോ, സിലിക്കോൺ, മൈക്രോഡീന്. എന്നാൽ താമസമിന മനുഷ്യന്റെ കയ്യിലേക്ക് ഈ RTPC മാറി പഞ്ചാബിൽ നിന്നുള്ള ഒരു റൈസ് കെയിനോ അല്ലെങ്കിൽ ഒരു മൈക്രോ നീഡിൽ പാച്ചോ വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ചിപ്പ് നമ്മുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ ചിപ്പ്? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. മേലുകാവ് സെന്ററിൽ കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക. ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു. ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? സാത്താന്റെ ചിപ്പ് ഞങ്ങളുടെ കരങ്ങളിൽ പേറുന്നതിന് മുമ്പ് ആത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവൻ കാകളത്തിങ്കൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഓ, ഇന്ന് രാത്രി പറയണം, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ കുഞ്ഞെ നീ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ. പ്രാകൃത ശരീരം നീ മാറ്. ഓ ഹല്ലേലൂയ. ആത്മീയ ശരീരമായി നീ രൂപാന്തരപ്പെടാൻ
കാലമായി. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? എന്റെ യേശു വരാൻ കാലമായി. ആത്മാവിന്റെ ചിപ്പുള്ളവനെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി. ഇന്ന് രാത്രി ഒരന്തിമ ദിനത്തിലേക്ക് ലോകം വരുന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കും. ആസ്ട്രേലിയയിൽ 2-3 മിനിറ്റ് കൊണ്ട് നിർത്താം. ദാ കിടക്കുന്നു മനുഷ്യരുടെ മേൽ ചിപ്പ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിങ്ങൾ മനസ്സിലാക്കണം. അത്തി തളിർക്കണം, കൊമ്പിളതാകണം. ഇന്ന് രാത്രി ദുബായ്ക്കാരോടൊന്ന് വിളിച്ചു ചോദിക്കണം. ഇവിടുത്തെ ദൈവദാസന്മാരൊക്കെ പോയി കാണും. ദുബായ് എയർപോർട്ടിൽ പണ്ടൊരു ഇസ്രയേലിന്റെ പാസ്പോർട്ടിന്റെ മുദ്രയുള്ളവനുണ്ടെങ്കിൽ അവനെ പുറത്തിറക്കി നിർത്തുമായിരുന്നു. പക്ഷേ ഇന്ന് സൗദി അറേബ്യയിൽ നിന്നൊഴിച്ച് ഖത്തർ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളുമായി ഇസ്രയേൽ കരാറപ്പെടുന്നു. പ്രസന്റില് ഇപ്പോൾ ദുബായ് എക്സ്പോ 2020 നടക്കുമ്പോൾ 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ 6 കാലുള്ള നക്ഷത്രത്തെ ഇന്ന് ദുബായ്ക്കകത്ത് പവലിയനകത്ത് കത്തിച്ചിടുമ്പോൾ അകത്തളം ചലിക്കുന്ന ദൈവമക്കൾ പറയണം, യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. ഒരന്ത്യകാലത്തിലേക്ക് ലോകം വരുന്നു. രാത്രി ഞാൻ നിർത്താൻ പോവുക. പറയണം, 5 അറ്റാക്ക് ഇറാന് നേരെ ഇസ്രയേൽ നടത്തി കഴിഞ്ഞു. എന്താ ഇറാന് നേരെ ഇസ്രയേൽ നടത്തിയത്? 5 അറ്റാക്ക്. 1, 2020 ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്റെ മുഴുവൻ നേതാവായിരുന്ന കസീം സുലൈമാനിയെ അമേരിക്ക കൊന്നു ട്രംപ്. രണ്ടാമത്തെ സംഭവമായി 2020 ഡിസംബറിൽ ആ ഇറാന്റെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനായ മൊഹസൈൻ ഫക്ർസാദെ ഇസ്രയേൽ കൊന്നു. 2021 നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഏപ്രിൽ ഇറാന്റെ യുറേനിയം പ്ലാന്റ് ഇസ്രയേൽ തകർത്തു. ഗാസ അറ്റാക്ക് നടക്കുമ്പോൾ ഇറാന്റെ ആണവ അന്തർവാഹിനി സബ്മറൈന് ഇസ്രയേൽ തകർത്തു. ഈ ഒക്ടോബർ മാസത്തിൽ ഇറാന്റെ രാസനിലയം ഇസ്രയേൽ അറ്റാക്ക് ചെയ്തെങ്കിൽ അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. ഹല്ലേലൂയ. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇന്ന് രാത്രി എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ അപ്പച്ചന്മാര്, എൻ്റെ അമ്മച്ചിമാര്, കർത്താവിൽ എൻ്റെ കൂട്ടുവേലക്കാര്, 4 പ്രവചനങ്ങൾ നമ്മുടെ മുൻപിൽ ഒരേ സമയം. ആന്റി ക്രൈസ്റ്റ് ചിപ്പുമായി വാതിൽക്കൽ. 2, അത്തി തളിർത്തത് ദുബായ് കണ്ടുകൊണ്ടിരിക്കുന്നു. 3, ലോകരാജ്യങ്ങൾ തകരുന്നു. 4, ഇറാന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഇസ്രായേലിനെ അടിക്കുവാൻ ഈ കോവിഡ് കാലത്ത് തയ്യാറായി നിൽക്കുമ്പോൾ എവിടെയോ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ ശംഖൊലി കേൾക്കാൻ കാലമായി. ഇന്ന് രാത്രി പറയണ, 3ാമത്തെ ലോക മഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഇവിടെ മുഴങ്ങാൻ കാലമായി. ഈ തലമുറയിൽ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കപ്പെടും. ജീവനോടിരിക്കുന്ന നാം മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. മേലുകാവ് സെന്ററെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.